ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ലളിതാ സഹസ്രനാമത്തിൻ്റെ അടുത്ത ക്ലാസ്സിലേക്ക് പോവുകയാണ്. ആത്മവിദ്യ, മഹാവിദ്യ, ശ്രീവിദ്യ, കാമസേവിത, ശ്രീ ഷോഡശാക്ഷരി വിദ്യ, ത്രികുട, കാമകോടിക. ആത്മവിദ്യ, ആത്മാവിനെ സംബന്ധിക്കുന്ന ജ്ഞാനമാകുന്ന ആത്മവിദ്യയുടെ രൂപത്തിലുള്ളവൾ. അതായത് ആത്മാവിനെ സംബന്ധിക്കുന്ന, അവനവൻ്റെ ജീവനെ സംബന്ധിക്കുന്ന വിദ്യയുടെ രൂപത്തിലിരിക്കുന്നവൾ, അതാണ് ആത്മവിദ്യ എന്ന് പറയുന്നത്. അപ്പോൾ ആ ആത്മവിദ്യയുടെ ദേവി നമ്മളിലെല്ലാവരിലും, നമ്മളിലെന്നല്ല സർവ്വചരാചരങ്ങളിലും ദേവി വർത്തിക്കുന്നത് എങ്ങനെയാണ്? ആത്മവിദ്യയുടെ രൂപത്തിലാണ്. അപ്പോൾ ആ ആത്മാവ് തന്നെയാണ് ബ്രഹ്മജ്ഞാനം എന്ന് പറയുന്നു. ഈ ബ്രഹ്മജ്ഞാനം എന്ന് പറയുന്നത് ഈശ്വരനെ കുറിച്ചുള്ള അറിവാണ്. അപ്പോൾ ആത്മാവും ഈശ്വരനും എന്താണ്? ഒന്ന് തന്നെയാണ് എന്നുള്ള ശുദ്ധമായ അറിവോടുകൂടി ഇരിക്കുന്നവൾ, നമ്മളിൽ വർത്തിക്കുന്നവൾ. മഹാവിദ്യ, മഹത്തായ ജ്ഞാനത്തിൻ്റെ രൂപത്തിലിരിക്കുന്നവൾ. ശ്രീവിദ്യ ദേവി എന്തുകൊണ്ടാണ്? ശ്രീവിദ്യയാണ്. എന്താണ് ശ്രീവിദ്യ? ശ്രീവിദ്യ മന്ത്രമായിരിക്കുന്നവൾ, 15 അക്ഷരത്തോടു കൂടിയിരിക്കുന്ന ശ്രീവിദ്യ എന്ന മന്ത്രമായവൾ. കാമസേവിത, കാമദേവനാൽ സേവിക്കപ്പെടുന്നവൾ. കാമസേവിത, കാമദേവനാൽ സേവിക്കപ്പെടുന്നവൾ. ശ്രീ ഷോഡശാക്ഷരി വിദ്യ, 16 അക്ഷരങ്ങളോട് കൂടിയ ഷോഡശാക്ഷരി എന്ന മന്ത്രമായിരിക്കുന്നവൾ. ത്രികുട, 3 കുടങ്ങളോടുകൂടിയ ശ്രീവിദ്യാമന്ത്രമായുള്ളവൾ ആയിരിക്കുന്നവൾ. ഇവിടെ കുടം എന്ന് പറയുമ്പോൾ സമൂഹം എന്നും മുഖ്യഭാഗം എന്നൊക്കെ നമുക്ക് വ്യാഖ്യാനിക്കാം. കാമകോടിക, കാമേശ്വരനായ പരമശിവൻ തന്നെ കോടിയായുള്ളവൾ. കോടി പറഞ്ഞാൽ ഇവിടെ ഏകദേശം തുല്യയായവൾ എന്നാണ്. അത് ശിവന് തുല്യയായിരിക്കുന്നവൾ, കാമകോടി പീഠത്തിൽ സ്ഥിതി ചെയ്യുന്നവൾ എന്നും ഇവിടെ നമുക്ക് വ്യാഖ്യാനിക്കാം. കടാക്ഷ കിങ്കരീഭൂത കമലാകോടി സേവിത ശിരസ്ഥിത ചന്ദനിഭ ഭാലസ്ഥേന്ദ്ര ധനുപ്രഭ. കടാക്ഷ കിങ്കരീഭൂത കമലാകോടി സേവിത, കടാക്ഷ വീക്ഷണം കൊണ്ട് മാത്രം കിങ്കരികളാകപ്പെടുന്ന കോടിക്കണക്കിന് മഹാലക്ഷ്മിമാരാൽ സേവിക്കപ്പെടുന്നവൾ. ശിരസ്ഥിത, ശിരസിലുള്ള ബ്രഹ്മരന്ധത്തിൽ സ്ഥിതി ചെയ്യുന്നവൾ. ചന്ദ്രനിഭ, ചന്ദ്രനെ പോലെ ശോഭിക്കുന്നവൾ. ഭാലസ്ഥ, നെറ്റിത്തടത്തിലുള്ള ബിന്ദു എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്നവൾ. അത് ഭ്രൂമധ്യം ആജ്ഞാചക്രത്തെയാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. ഇന്ദ്രധനുപ്രഭ, മഴവില്ലിൻ്റെ മനോഹാരിതയോടെ ശോഭിക്കുന്നവൾ. ഹൃദയസ്ഥ രവിപ്രഖ്യ ത്രികോണാന്തരദീപിക ദാക്ഷായണി ദൈത്യഹന്ത്രി ദക്ഷയജ്ഞവിനാശിനി. ഹൃദയസ്ഥ, ധ്യാനനിരതരായ ഭക്തന്മാരുടെ ഹൃദയങ്ങളിൽ വസിക്കുന്നവൾ. അതായത് ആരാണോ ദേവിയെ ധ്യാനിക്കുന്നത്, ആരാണോ ദേവിയെ ഉപാസിക്കുന്നത്, ആ ഉപാസകരുടെ ഹൃദയത്തിൽ ദേവി വർത്തിക്കുന്നു. ധ്യാനിക്കുന്നവരുടെ ഹൃദയത്തിൽ വർത്തിക്കുന്നവൾ. രവിപ്രഖ്യ, സൂര്യനെ സദൃശമായി പ്രകാശിക്കുന്നവൾ. ത്രികോണാന്തര ദീപിക, മൂലാധാര മധ്യത്തിൽ ത്രികോണം എന്ന സ്ഥാനത്ത് ദീപം പോലെ പ്രകാശിക്കുന്നവൾ. ദാക്ഷായണി, ദക്ഷ പ്രജാപതിയുടെ പുത്രിയായവൾ. ദൈത്യഹന്ത്രി, ദുഷ്ടന്മാരായ അസുരന്മാരെ സംഹരിച്ചവൾ. ദേവി ദുഷ്ടന്മാരെ മുഴുവൻ, അതായത് ദുഷ്ടന്മാരായ അസുരന്മാരെ മുഴുവൻ സംഹരിക്കുന്നവളാണ് ദേവി. അപ്പോൾ അസുരന്മാരെ സംഹരിച്ചവൾ. ദക്ഷയജ്ഞ വിനാശിനി, ദക്ഷൻ്റെ യജ്ഞത്തെ നശിപ്പിച്ചവൾ. ധരാധോളിക ദീർഘാക്ഷി ധരഹാസുജലന്മുഖി ഗുരുമൂർത്തിർ ഗുണധർ ഗോമാധ ഭുവജന്മഭു. ധരാധോളിക ദീർഘാക്ഷി, അല്പം ഇളകിക്കൊണ്ടിരിക്കുന്ന ദീർഘമായ കണ്ണുകളോട് കൂടിയവൾ. അക്ഷി, അക്ഷി പറഞ്ഞ കണ്ണാണ്, കണ്ണുകളോട് കൂടിയവൾ.
ധരഹാസ്വജ്വലന്മുഖി, മന്ദഹാസത്താലെ ശോഭിക്കുന്ന മുഖത്തോടു കൂടിയിരിക്കുന്നവൾ. അല്ലേ? ദേവിയുടെ മുഖം എപ്പോഴും എങ്ങനെയാണ്? മന്ദഹാസത്താൽ ശോഭിച്ചിരിക്കുന്നതാണ്. ഗുരുമൂർത്തി, ഗുരു തന്നെ മൂർത്തിയായിട്ട് ഇരിക്കുന്നവൾ, ഗുരു തന്നെ ശരീരമായിട്ട് ഇരിക്കുന്നവൾ. അപ്പം നമ്മളുടെ അമ്മ അല്ലെ ദേവി ആരാണെന്ന് ചോദിച്ചാൽ എന്താണ്? ഗുരു തന്നെയാണ്. കാരണം ഗുരു തന്നെ ദേവിയായിരിക്കുന്നവൾ. ഗുണനിധി, സകല സൽഗുണങ്ങളുടെയും ഇരിപ്പിടമായവൾ, സർവഗുണങ്ങളുടെയും നിധിയായിട്ട് ഇരിക്കുന്നവൾ. ഗുഹജന്മഭൂ, ഗുഹൻ്റെ, ഗുഹൻ എന്ന് പറഞ്ഞാൽ ഇവിടെ സുബ്രഹ്മണ്യനാണ്, സുബ്രഹ്മണ്യ സ്വാമിയുടെ മാതാവായവൾ. അപ്പോൾ ദേവിയുടെ ലളിതാ സഹസ്രനാമത്തിൽ ദേവിയുടെ ഓരോ മന്ത്രങ്ങളിലൂടെയും ദേവിയുടെ നാമങ്ങളെ, ദേവിയുടെ മന്ത്രങ്ങളെ കീർത്തിക്കുകയാണ്, അല്ലെങ്കിൽ ദേവിയുടെ ഗുണങ്ങളെ നമുക്ക് പറഞ്ഞു തരികയാണ്. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ ഈ നാമങ്ങൾ ചൊല്ലുമ്പോൾ ദേവിയുടെ ആ ഗുണങ്ങളും നമ്മളിൽ വന്നു ചേരും. ഹരി ഓം, നമസ്കാരം.